ഗീതയെ തന്ന 27,000 രൂപ അടുത്ത മാസം 25-ാം തീയതി തന്നെ തരണേ. അവസാനം കാശ് ചോദിക്കുമ്പോ ഞാൻ പറയില്ലേ. മോളിവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ക്ലാസ്സിലായിരുന്നു ആന്റി. നീ പുതിയ കോഴ്സ് പഠിക്കാൻ ബാംഗ്ലൂരോട്ട് പോണെന്ന് പറയണ കേട്ട്. അതെ ആന്റി. നിന്നേക്കാളും 10-20 കൂടുതലുണ്ട് ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. ബാംഗ്ലൂരൊന്നും പഠിക്കാൻ പോവല്ലേ. അവിടെ പഠിക്കുന്നവരൊക്കെ പന്ന പിള്ളേരാണ്. മക്കൾ വേണമെങ്കിൽ ആ തമ്പാനൂർ SS കോവിൽ റോഡിന്റെ അവിടെയൊക്കെ പോ. ഒരുപാട് PSC കോച്ചിങ് സെന്റർ ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി പഠി. നമ്മളെ പഞ്ചായത്ത് മാറി നിൽക്കാതിരിക്കണേണ് നല്ല പെണ്ണുങ്ങൾക്കുള്ള ശീലം. നോക്കാം ആന്റി. പിന്നെ മെനങ്ങാന്ന് വന്നപ്പോ മക്കൾ അമ്മ പറഞ്ഞ് കല്യാണമൊക്കെ ഏകദേശം ഉറച്ച മട്ടാണെന്ന്. പക്ഷേ സ്ത്രീധനം കൊടുക്കണില്ലല്ലേ. നോ ഗോൾഡ് കോൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവനും അങ്ങനെ താല്പര്യമൊന്നുമില്ല. മക്കളെ നിന്നെക്കാട്ടി ഒരു 10-20-25 കൂടുതലുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. സ്ത്രീധനം എന്തെങ്കിലും വാങ്ങിച്ചു പറക്കി വേണം വീട്ടിലോട്ട് ചെന്ന് കയറാൻ. അല്ലാതെ വെറും കൈയോടെ കയറി കഴിയാൻ നിനക്ക് അവിടെ ഒരു വിലയും കാണില്ല. വല്ലതുമൊക്കെ കൊണ്ട് കയറി കഴിക്കാൻ ആ കുടുംബത്തിൽ നിനക്കായിരിക്കും വില. പിന്നൊരു കാര്യം, കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ പിള്ളേ ഉണ്ടാവാൻ നോക്കണം. ഒരെണ്ണമല്ല 2 എണ്ണം വേണം. ഒരെണ്ണത്തിന് ശേഷം പിന്നീട് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കല്യാണം കഴിഞ്ഞ സ്പോട്ടിൽ ഒരു 3 കൊല്ലത്തിനകത്ത് 2 എണ്ണം പിറണം. അല്ല, പിള്ളേരൊന്നും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ മതിയായിരുന്നു. എൻ്റെ പൊന്നുമക്കളെ, അമ്മച്ചി ഉണ്ട കണക്ക് വീണ്ടും പറയാം. 10-25 കൂടുതലുണ്ട സ്ഥിതിക്ക് ഞാൻ പറയാണ്, ഈ ജോലിക്കും അതും ഇതും എന്നൊക്കെ പറഞ്ഞു പോയി നിരങ്ങി നടക്കാനല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അവളെ കല്യാണം കഴിച്ച് 2 പിള്ളേരെ ഉണ്ടാക്കി കുടുംബം നല്ല പോലെ ഭർത്താവിനെയൊക്കെ നോക്കി ജീവിക്കണം. അതാണ് നല്ലത്. അല്ലാത്ത പക്ഷം തെരുവിലിറങ്ങേണ്ടി വരും പിള്ളേര്. അല്ല ആൻറ്റി, ഈ ഓണം ഉണ്ട് എക്സ്പീരിയൻസേ ആൻറ്റിക്ക് വേറൊന്നുമില്ലല്ലോ. അതായത് ഇത്രയും ജീവിതം ജീവിച്ചിട്ടും ഇത്രയും ഓണം ഉണ്ടിട്ടും ആൻറ്റിക്ക് വേറെ നേട്ടങ്ങളൊന്നുമില്ലല്ലോ ജീവിതത്തിൽ. ആര് പറഞ്ഞു എനിക്ക് നേട്ടമില്ലെന്ന്? എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ നല്ലൊരു മരുമോളായിരുന്നു. അവര് മരിക്കും വരെ അത് പറഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവിന് ഇപ്പൊ പെൻഷനുണ്ട്, അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണം. പോരാത്തതിന് എൻ്റെ 2 പിള്ളേർക്കും ജോലിയുണ്ട്. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതൊക്കെ തന്നെ ധാരാളം. അതാണ് എൻ്റെ നേട്ടം. അങ്ങനെ പറ. ഈ ഓണോണ്ട കണക്കല്ലാതെ സ്വന്തമായിട്ട് പണിയൊന്നും ഇല്ലല്ലേ. ഉപദേശിച്ച അവളൊക്കെ എവിടെ നന്നാവാ. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ എന്തിനു തർക്കം ഇത്തരം. അടുത്ത മാസമല്ല, അടുത്ത ആഴ്ച എനിക്ക് പൈസ കിട്ടണം. അമ്മേരെ പറയേരും.